Assalamualaikum. Welcome to our next class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ ഗാമേറ്റിനെ കുറിച്ചിട്ടും ഫീമെയിൽ ഗാമേറ്റിനെ കുറിച്ചിട്ടും പഠിച്ചു. ഇനി മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിന്റെ പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? പോളിനേഷൻ ആണ് അല്ലേ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളിനേഷൻ ഇസ് ദ പ്രോസസ് ദ ട്രാൻസ്ഫറിങ് ഓഫ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണെന്ത്? പോളിനേഷൻ. ഇനി പോളിനേഷൻ സഹായിക്കുന്നതിനെയോ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നു. പോളിനേഷൻ എത്ര തരമുണ്ട്? രണ്ട് തരമാണ് പോളിനേഷൻ ഉള്ളത്. ഒന്ന് സെൽഫ് പോളിനേഷനും ഒന്ന് ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്താണ് സെൽഫ് പോളിനേഷൻ? ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ പൂവിലെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോളൻ ഗ്രെയിൻ അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുക, അതാണ് സെൽഫ് അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറയുന്നത്. ക്രോസ് പോളിനേഷനോ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിലെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുക, അതാണെന്ത്? ക്രോസ് പോളിനേഷൻ. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സാണ്, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. അതിന് മറ്റൊരു പേരാണ് സീനോഗമി. പിന്നെ ഇത് രണ്ടിലും കൂടി ഇടയിലൊരാളുണ്ട്, ഗൈറ്റ്നോഗമി. എന്താ ഗൈറ്റ്നോഗമി? ഫിസിക്കലി ഇറ്റ് ഈസ് എന്താ ക്രോസ് പോളിനേഷൻ, ബട്ട് ജെനറ്റിക്കലി ഇറ്റ് ഈസ് എ സെൽഫ് പോളിനേഷൻ. എന്താ ഫിസിക്കലി അത് സെൽഫ് ക്രോസ് ആണെന്ന് പറയാൻ കാരണം? ഒരു ചെടിയിലെ പൂവിലെ പോളൻ ഗ്രെയിൻ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് പിടിക്കുക. രണ്ടും ഒരു ചെടിയിലെ പൂക്കളാണ്, അതുകൊണ്ട് അത് ഫിസിക്കലി ആയിട്ട് ക്രോസ് പോളിനേഷനാണ്, ജെനറ്റിക്കലായിട്ട് സെൽഫ് പോളിനേഷനാണ്. അത്തരത്തിലുള്ള പോളിനേഷനാണ് നമ്മൾ ഗൈറ്റ്നോഗമി എന്ന് പറയുന്നത്. പിന്നെ ചില ചെടികളിൽ വ്യോൾവോക്സൈസ് എന്ന് പറഞ്ഞ ചില ചെടികളിൽ രണ്ട് തരം പൂക്കൾ കാണാറുണ്ട്, ക്ലൈസ്റ്റോഗാമസ് ഫ്ലവേഴ്സും ചാസ്മോഗാമസ് ഫ്ലവേഴ്സും. എന്താ ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്? ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് നോർമൽ ഫ്ലവേഴ്സിനെ പോലെ വിരിഞ്ഞ ഫ്ലവേഴ്സാണ്. അതിൻ്റെ സ്റ്റിഗ്മയും അതിൻ്റെ ആന്തറും ഒക്കെ എക്സ്പോസ് ആയിട്ട് നിൽക്കുക. സ്വാഭാവികമായിട്ട് എക്സ്പോസ് ആയി നിൽക്കുമ്പോൾ കാറ്റ് മുഖേനയോ എങ്ങനെയാണെങ്കിലും വിൻഡ് പോളിനേഷനാണ് അവിടെ നടക്കുക, അപ്പോൾ അത് എന്തായാലും ക്രോസ് പോളിനേഷൻ ആയിരിക്കും. എന്നാൽ അതിൽ തന്നെയുള്ള ക്ലൈസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഇത് നടക്കുന്നത് സെൽഫ് പോളിനേഷൻ നടക്കുന്നത്. അതിൻ്റെ പോളൻ ഗ്രെയിൻ അതിൻ്റെ സ്റ്റിഗ്മയെ വന്ന് പതിക്കുന്നു, എന്താ പൂക്കൾ തുറക്കുന്നില്ല. അപ്പോൾ രണ്ട് തരം പൂക്കൾ കാണുന്ന ചില ചെടികളുണ്ട്, വ്യോൾവോക്സൈസ്. അപ്പോൾ അത്തരം പൂക്കളെ പറയുന്ന പേരാണ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്, എക്സ്പോസ് ആയിട്ട് വിരിഞ്ഞേക്കുന്ന ഫ്ലവേഴ്സ്. അതിൻ്റെ ചാസ്മോഗമി എന്ന് പറയും. ക്ലൈസ്റ്റോഗാമസ് ഫ്ലവേഴ്സിലെ പോളിനേഷനെ ക്ലൈസ്റ്റോഗമി എന്ന് പറയും. എന്നാൽ ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സാണ്, സെൽഫ് പോളിനേറ്റഡ് ഫ്ലവേഴ്സാണ് ഇത് ക്ലൈസ്റ്റോഗമി. ഇനി എന്താണ് പോളിനേറ്റിംഗ് ഏജൻസ്? പോളിനേഷന് സഹായിക്കുന്ന ഏജൻസിനെ പറയുന്ന പേരാണ് പോളിനേറ്റിംഗ് ഏജൻസ്. എന്തൊക്കെ പോളിനേറ്റിംഗ് ഏജൻസ് നമുക്കറിയാം? നമുക്കറിയുന്ന പോളിനേറ്റിംഗ് ഏജൻസ് ഒന്ന് വിൻഡ് മുഖേന പോളിനേഷൻ നടക്കാറുണ്ട്, ഇൻസെക്റ്റ് മുഖേന നടക്കാറുണ്ട്, ബേർഡ്സ് മുഖേന നടക്കാറുണ്ട്, ബാറ്റ് മുഖേന നടക്കാറുണ്ട്, വാട്ടർ മുഖേന നടക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും പോളിനേഷൻ നടക്കാം. പോളിനേഷൻ സഹായിക്കുന്ന ഏജൻസ് എല്ലാം എന്താണ്? പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. അതിനനുസരിച്ച് അതിനെ വർഗീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എനിമോഫിലി, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണെന്ത്? എനിമോഫിലിസ്. എനിമോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ്. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലി, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെയാണ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സൂഫിലി എന്ന് പറഞ്ഞാൽ എനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ സൂഫിലി എന്ന് പറയും. എൻഡമോഫിലി, ഇൻസെക്ട് പോളിനേറ്റഡ്, നമ്മുടെ തേനീച്ച. കൂടുതലും എൻഡമോഫിലിസ് ഫ്ലവേഴ്സും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സാണ് കൂടുതലുള്ളത്. എൻഡമോഫിലി ഇൻസെക്ട് പോളിനേഷൻ, തേനീച്ച ആയാലും ബട്ടർഫ്ലൈ ആയാലും വണ്ടായാലും ഒക്കെ എന്താണ്? എൻഡമോഫിലി. പിന്നെ ചിറക്ടറോഫിലി, ബാറ്റിന്റെ പോളിനേഷൻ, ബാറ്റിന്റെ സഹായത്തോടെ വവ്വാലിന്റെ സഹായത്തോടെ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ചിറക്ടറോഫിലി. നെക്സ്റ്റ് ബേർഡ്സ്, ഓർണിത്തോഫിലി. ബേർഡ്സ് മുഖേനയാണ് പോളിനേഷൻ നടക്കണമെങ്കിൽ ഓർണിത്തോഫിലി. ഇങ്ങനെ പോളിനേഷന് സഹായിക്കുന്ന ഏജൻസിന്റെ അടിസ്ഥാനത്തിൽ അത് ഡിഫറെൻ്റ് ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഓരോ
ഐറ്റംസിനനുസരിച്ച് ക്യാരക്ടേഴ്സ്. ഓരോ ഫ്ലവേഴ്സിന് ഇപ്പോൾ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ ആയിരിക്കില്ല ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ അവർ കളർ വേണം, നെക്ടേഴ്സ് വേണം, അതേപോലെ അങ്ങനെ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ കുറിച്ച് നോക്കാം. ദ ക്യാരക്ടേഴ്സ് ഓഫ് എനിമോഫിലസ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വിൻഡിനനുസരിച്ചിട്ട് ആടുന്ന കനം കുറഞ്ഞ പൂക്കളായിരിക്കണം, ഒരുപാട് ഇൻഫ്ലോറൻസ് വേണം, നെക്ടേഴ്സ് വേണം, അതേപോലെ അങ്ങനെ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ കുറിച്ച് നോക്കാം. ദ ക്യാരക്ടേഴ്സ് ഓഫ് എനിമോഫിലസ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വിൻഡിനനുസരിച്ചിട്ട് ആടുന്ന കനം കുറഞ്ഞ പൂക്കളായിരിക്കണം, ഒരുപാട് ഇൻഫ്ലോറസൻസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ സ്റ്റിഗ്മയും ആൻഡറും ഒക്കെ എക്സ്പോസ് ആയിരിക്കണം. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും അവിടെ നിറത്തിന്, പൂക്കളുടെ നിറത്തിന് പ്രത്യേകത വേണ്ട, സ്മെല്ല് വേണമെന്നില്ല. നമുക്ക് നോക്കാം. ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ. കൂടുതലായിട്ടും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് എന്ത്? വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. പോളൻ ഗ്രെയിൻസ് വളരെ ലൈറ്റാണ്, നോൺ സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കാത്തതാണ്. കാരണം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വിൻഡിലേക്ക് പോളിനേറ്റഡ് ആകില്ലല്ലോ, ഒട്ടിപ്പിടിക്കാത്തതാണ്. പിന്നെ വെൽ എക്സ്പോസ്ഡ് സ്റ്റാമൻസ് ആണ്. ഈ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന സ്റ്റാമൻസ് വെൽ എക്സ്പോസ്ഡ് ആണ്, വിൻഡ് ശക്തി അനുസരിച്ച് പറക്കണം. അത് വെൽ എക്സ്പോസ്ഡ് സ്റ്റാമൻസ് ആണ്. ലാർജ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ. സ്റ്റിഗ്മാസ് ഒക്കെ ലാർജ് ആൻഡ് ഫെദറി ആണ്. അപ്പോൾ നമ്മൾ പാടങ്ങളിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ തൂവല് പോലത്തെ ചെടികൾ, അതൊക്കെ വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സ് ആണ്. കാരണം സ്റ്റിഗ്മ ഒക്കെ എന്താണ്? ഫെദറി ആണ്, അതേപോലെ തന്നെ എക്സ്പോസ്ഡ് ആണ്. ഫ്ലവേഴ്സ് ഹാവ് സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി. ഓരോ ഫ്ലവേഴ്സിനും സിംഗിൾ ഓവ്യൂൾ ആണ് ഓരോ ഓവറിലും ഉള്ളത്. പിന്നെ ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ഇൻഫ്ലോറസൻസ്. കൂട്ടം കൂട്ടമായിട്ടാണ്, ഒറ്റപ്പെട്ട ഫ്ലവേഴ്സിൽ കാണാറ്, കൂട്ടം കൂട്ടമായിട്ടാണ് കാണാറ്, ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണാറ്. ഫ്ലവേഴ്സ് ആർ നൈദർ കളേർഡ്. ഇവിടെ കളറിൻ്റെ ആവശ്യമില്ല, നെക്ടറിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ ആവശ്യമില്ല. ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫ്ലവറിനും കളറും നെക്ടറും സ്മെല്ലും ഫ്രാഗ്രൻസും ഒക്കെ വേണ്ടത്. ഫോൾ സ്മെല്ലാണെങ്കിലും അതേപോലെ നല്ല സ്മെല്ലാണ്, പ്ലസന്റ് സ്മെല്ലാണെങ്കിലും ഇതൊക്കെ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇവിടെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ആവശ്യമില്ല. നെക്സ്റ്റ്, ദ ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. എന്താണ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന് വേണ്ട ക്യാരക്ടേഴ്സ്? ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിഷ്യസ്. ഫ്ലവേഴ്സ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. ദ ഫ്ലവേഴ്സ് ആർ അൺവെറ്റബിൾ. വെള്ളത്തിലുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അൺവെറ്റബിൾ ആണ്, ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആന്തറിനാണെങ്കിലും സ്റ്റിഗ്മക്കാണെങ്കിലും പെറ്റലിനാണെങ്കിലും ഒക്കെ ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് എക്സ്പോസ്ഡ് ആണ്, അതേപോലെ വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും, വെറ്റബിൾ അല്ല, അൺവെറ്റബിൾ ആണ്. Pollen grains are light and unwetting by the mucilaginous covering. Mucilaginous covering ആണെങ്കിലും ഇതൊക്കെ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇവിടെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ആവശ്യമില്ല. നെക്സ്റ്റ്, ദ ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. എന്താണ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന് വേണ്ട ക്യാരക്ടേഴ്സ്? ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിഷ്യസ്. ഫ്ലവേഴ്സ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. ദ ഫ്ലവേഴ്സ് ആർ അൺവെറ്റബിൾ. വെള്ളത്തിലുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അൺവെറ്റബിൾ ആണ്, ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആന്തറിനാണെങ്കിലും സ്റ്റിഗ്മക്കാണെങ്കിലും പെറ്റലിനാണെങ്കിലും ഒക്കെ ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് എക്സ്പോസ്ഡ് ആണ്, അതേപോലെ വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും, വെറ്റബിൾ അല്ല, അൺവെറ്റബിൾ ആണ്. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് അൺവെറ്റിംഗ് by the mucilaginous covering. Mucilaginous covering കാരണം അത് അൺവെറ്റബിൾ ആണ്. ഇവിടെയോ ഫ്ലവേഴ്സ് ആർ അൺവെറ്റബിൾ ഡ്യൂ ടു ദ വാക്സി കോട്ടിങ്. പിന്നെ പോളൻ ഗ്രെയിൻസ് ആർ ലോങ് റിബൺ ലൈക്ക്. പോളൻ ഗ്രെയിൻസ് ലോങ് ആണ്, റിബൺ ലൈക്ക് ആണ്. സ്റ്റിഗ്മ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ട് പുറത്ത് നിൽക്കും, പോളിനേഷൻ കഴിഞ്ഞാൽ അത് ഉള്ളോട്ട് വലിക്കും. അവിടെയും അവൻ്റെ തണ്ടുകൾ എങ്ങനെയായിരിക്കും? ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ഉണ്ടായിരിക്കും. സ്റ്റിഗ്മ ഈസ് സ്റ്റിക്കി ബട്ട് അൺവെറ്റബിൾ. സ്റ്റിഗ്മ സ്റ്റിക്കി ആണ്, പക്ഷെ അൺവെറ്റബിൾ ആണ്. അത് വാക്സി കോട്ടിങ് അല്ലെങ്കിൽ മ്യൂസിലേജസ് കോട്ടിങ് ഉള്ള കാരണം അൺവെറ്റബിൾ ആണ്. ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ ആൻഡ് ലാക്സെന്റ്. അവർ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യില്ല, അതേപോലെ തന്നെ അതിന് പ്ലസന്റ് സ്മെല്ലോ ഒന്നും ഉണ്ടായിരിക്കില്ല.
അതാണ് എന്ത് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. പിന്നെ എൻഡോമോഫിലസ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ നോർമലായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഫ്ലവർ മസ്റ്റ് ബി കളർഫുൾ ആയിരിക്കണം അല്ലേ? ഇൻഫ്ലോറസൻസ് ആയെങ്കിലും കുഴപ്പമില്ല, അത് ഒറ്റപ്പെട്ടതാണെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ദ നെക്ടർ, പോളിനേഷനർക്ക് സഹായിക്കണമെങ്കിൽ എന്ത് വേണം? നെക്ടർ വേണം. പോളൻ ഗ്രെയിൻസ് അവർ എടുത്തിട്ട് നമുക്ക് കൈമാറണമെങ്കിൽ എന്ത് വേണം? നെക്ട് വേണം. അവരെ അട്രാക്ട് ചെയ്യാൻ എന്ത് വേണം? സ്മെല്ല് വേണം. അതേപോലെ തന്നെ സ്റ്റിഗ്മ സ്റ്റിക്കി ആയിരിക്കും, പോളൻ ഗ്രെയിൻസും സ്റ്റിക്കി ആയിരിക്കും. കുറച്ചും കൂടി എക്സ്പോസ് ആയിട്ട് കളർഫുൾ ആയിട്ട് കുറച്ചും കൂടി വലിയ പൂക്കളായിരിക്കും ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുന്നത്. ഇതൊക്കെയാണ് ഇൻസെക്ട് പോളിനേറ്റർ എൻഡോമോഫിലസ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോളിനേഷൻ എന്താണെന്നും പോളിനേറ്റിംഗ് ഏജന്റ് എത്ര തരമുണ്ടെന്നും അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.